ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും അതുപോലെ രതീഷും കൂടി സംസാരിക്കുകയാണ്. കിരൺ ചോദിക്കുന്നുണ്ട്, അവൾ എന്നാൽ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്നിങ്ങനെ പറയുന്ന സമയത്ത് രതീഷ് പറയാണ്, അവളിനി കല്യാണിന്റെ അരികിലേക്ക് പോയി കാണോ സാറേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൾ അപകടപ്പെടുത്തും, പെട്ടെന്ന് തന്നെ സാർ അങ്ങോട്ട് എത്താൻ നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി, എന്നാലേ നീ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, മനോഹറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്. അവന് നമ്മളെ സഹായിച്ച കൂട്ടത്തിലാണ്, അപ്പം അതുകൊണ്ട് അവന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രതീഷിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. നമ്മുടെ കിരൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറിൽ അങ്ങനെ വീട്ടിലോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ലക്ഷ്മി അമ്മയും കാർത്തികയും കാദംബരിയും ചാന്തേച്ചിയും അവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയം കിരൺ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കിരൺ വരുമ്പോൾ ഇവരുടെ മുഖത്തൊക്കെ നല്ല വിഷമോ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, കല്യാണി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി അകത്തുണ്ട്. എന്താ നിങ്ങളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു വിഷമം, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നും പറയണ്ട മോനെ, ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. എന്ത് പറ്റി? ആ സര ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് എന്തായെന്ന് വെച്ചാൽ മോളോട് ചെന്ന് ചോദിക്കുക എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ കിരണിനോട് പറയുന്നുണ്ട്. ഇവളോട് കല്യാണിയോട് ചെന്ന് ചോദിക്കാൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് പറ. അവളെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിലായിരുന്നു. നമ്മളോടൊക്കെ സ്നേഹം കാണിച്ചത് അവളുടെയൊക്കെ അഭിനയമായിരുന്നു. കല്യാണിയോടുള്ള ദേഷ്യവും വൈരാഗ്യമൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. കല്യാണിയെ കൊല്ലാൻ തന്നെയാണ് ആൾക്കാരെ ഏർപ്പാടാക്കിയത്. പിന്നെ തന്നെയല്ല, മനോഹറിനെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടു പോയും അവന് കൊടുത്ത ഭക്ഷണത്തിൽ വിഷം കലർത്തി അവനിപ്പോൾ അത് കഴിച്ച് ആശുപത്രിയിലാണ് എന്ന് പറയുന്നുണ്ട്. ഞാനത് വൈകിയ വേളയിലാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന് കിരൺ പറയാണ്. പെട്ടെന്നാണ് ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയത് എന്ന് പറഞ്ഞു. അപ്പോഴും അവരുടെ മുഖത്ത് ടെൻഷനാണ്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഇപ്പോൾ വല്ലാത്തൊരു പേടിയിലാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് വീണ്ടും കിരൺ ചോദിക്കുന്നുണ്ട്. ചെല്ലു മോനെ, മോളെ എടുത്തേക്ക് ചെല്ലു, അപ്പോൾ മോള് പറയുമെന്ന് പറയാണ്. അങ്ങനെ വേഗം കിരൺ കല്യാണി അരികിലേക്ക് ചെല്ലുകയാണ്. കല്യാണിയാണെങ്കിൽ അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കിരണിനെ കണ്ടപാട് ഓടിച്ചെന്ന് കിരണേട്ടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്ത് പറ്റി കല്യാണി, എന്താടി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ സരയു ഇങ്ങോട്ട് വന്നിരുന്നു. സരയുവിന് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല കിരണേട്ടാ. എനിക്ക് മനസ്സിലായി മോളെ, ഞാനത് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എന്ന് കിരൺ പറയുന്നുണ്ട്. അപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അവളെ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ നല്ല സ്നേഹത്തോടു കൂടിയാണ് കിരണേട്ടാ ഞാൻ അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. മനോഹർ എന്ത് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എന്നോട് പറഞ്ഞത്, കല്യാണിയോട് തനിച്ചായിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഈ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് അവളെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കടാര വെച്ച് എന്നെ കുത്താൻ നോക്കി കിരണേട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ 1-2 തവണ വീണു, കട്ടിൽ തലയിടിച്ചു, തലയൊക്കെ മുഴച്ചിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അവളുടെ കയ്യിൽ നിന്നും, അവളെക്കാളും കരുത്ത് എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെയോ അവളെ തട്ടി മാറ്റി. ഈ പുറത്തുള്ളവർ എൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവർ വാതിൽ വന്ന് മുട്ടുകയായിരുന്നു. പക്ഷേ വാതിൽ അവർക്ക് തുറക്കാൻ പറ്റില്ലല്ലോ, ചവിട്ടി തുറക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. എനിക്കാണെങ്കിൽ ആ വാതിൻ്റെ കുറ്റി തുറക്കാനും പറ്റിയില്ല കിരണേട്ട എന്ന് പറയുന്നു. ഞാൻ ആകെ പേടിച്ചു പോയി ആ സമയത്ത്. പിന്നെ ഒരു വിധത്തിൽ അവളുടെ കയ്യിലെ കത്തി താഴെ വീണപ്പോൾ അവളങ്ങനെ തട്ടി മാറ്റി വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്തും അവൾ ആ കത്തിയും എടുത്ത് എൻ്റെ പുറകെ ഓടി വരികയായിരുന്നു. പക്ഷേ അവളുടെ കയ്യിലെ കത്തി തട്ടി മാറ്റിയിട്ട് അവളെ ചവിട്ടി കുത്തി എല്ലാവരും കൂടി എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിരണേട്ടാ, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ എന്ന് അങ്ങനെ കല്യാണിയെയും കൊണ്ട് അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മളുടെ കമ്പനിയിലെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം അവൾക്ക് വേണ്ടി നീക്കി വെച്ചതാണ്, അവൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാണ്, എന്നിട്ടും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കിരണ് ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സരയും കിരണിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലകറക്കം പനിയൊക്കെ അഭിനയിച്ച ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവന് ഓർമ്മ വരികയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം എന്തായാലും സമാധാനമായി. അവളെ പിന്നെ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും ഈ ഒരു കാഴ്ച കണ്ടു. പിന്നെ ബാലമാമനും രാജപ്പണ്ണൻ അണ്ണനുണ്ടല്ലോ, അദ്ദേഹവും കൂടിയിട്ട് അവളെ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് നേരെ അടുത്തുള്ള ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുവന്നാക്കി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കല്യാണി പറയുകയാണ്, അല്ലാതെ കാണിച്ചതൊന്നുമല്ല. അങ്ങനെ ആ സമയത്ത് കിരണും കല്യാണിയും കൂടിയിട്ട് ഭ്രാന്താശുപത്രിയിലോട്ട് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ അവൾ സെല്ലിന്റെ അകത്ത് പുറം തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഒരു കരി കൊണ്ട് ചുമരില് കിരൺ എൻ്റേത് മാത്രം എന്നാണ് അവൾ എഴുതി വെച്ചിട്ടുള്ളത് ആ ചുമരില്. അപ്പോൾ ആ സമയത്ത്
ഈ പറയുന്ന കല്യാണി പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ ഭ്രാന്താണെങ്കിലും കിരണേട്ടനാണ് അവളുടെ മനസ്സിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ചുമരിൽ തന്നെ അവളിങ്ങനെ തലയിടിക്കുകയാണ്. നല്ല ശക്തിയോടുകൂടി അവൾ തലയിടിക്കുന്നുണ്ട്. അപ്പം ആ സമയം കല്യാണിക്ക് വിഷമാവാണ്. കല്യാണി അയ്യോ കിരണേട്ട എന്ന് പറയുന്നുണ്ട്. നീ വന്നേ നമുക്ക് ഇവിടുത്തെ ഡോക്ടറോട് പറയാമെന്നും പറഞ്ഞിട്ട് കല്യാണിയെ വിളിച്ച് കിരൺ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ സരയുവിൻ്റെ നെറ്റിയിൽ നിന്നും ചോര അവളങ്ങനെ തലയിടിച്ചിട്ട് ചോര ആ കിരൺ എന്ന് എഴുതിയ ആ ഭാഗത്തു കൂടെ ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ 5 വർഷത്തിന് ശേഷം എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പം 5 വർഷത്തിന് ശേഷം എല്ലാവരും ഇത്തിരി വേഷത്തിലൊക്കെ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തിരി പ്രായമായ പോലെയൊക്കെ പലരും അങ്ങനെ എല്ലാവരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണിയാണെങ്കിൽ റൂമിലാണ്. അപ്പോൾ കിരണും അതുപോലെ ചന്ദ്രസേനനും രതീഷും കൂടി കാറിൽ അങ്ങനെ വരുന്നുണ്ട്. അവരങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റി 5 വർഷം കാത്തിരുന്നിട്ട് എന്തായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നും മിണ്ടാതെ നേരെ കിരൺ കല്യാണിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് റൂമിലോട്ട്. കല്യാണിയും ചോദിക്കുന്നുണ്ട് എന്തായി കിരണേട്ടാ പോയിട്ട് എന്ന് ചോദിച്ചിട്ട് ആ കോട്ട് അങ്ങനെ അവളിങ്ങനെ പതുക്കെ കിരണിൻ്റെ ദേഹത്ത് നിന്ന് ഊരുന്നുണ്ട്. അപ്പം ആ സമയത്ത് 5 വർഷം കാത്തിരുന്ന നിന്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കി, ഇനി അദ്ദേഹത്തിന് ജയിൽ ശിക്ഷയില്ല, എന്നിട്ട് അച്ഛനോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിക്ക് ഒരുപാട് സന്തോഷമാണ്. കല്യാണി നമ്മുടെ കിരണിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ് അച്ഛനെയും കൊണ്ട് ഞാൻ വന്നതാണ് മോളെ, പക്ഷെ അച്ഛന് അമ്മൂമ്മയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ഇങ്ങനെ അവർ പുറത്തേക്ക് വരികയാണ്. അച്ഛന് ജയിൽ മോചനം കിട്ടി എന്ന് എല്ലാവരോടും കല്യാണി പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റൊരു കാർ വരികയാണ്. ആ കാറിലാണെങ്കിൽ പ്രകാശൻ വന്നിറങ്ങുന്നുണ്ട്. പ്രകാശനെ കണ്ടപാടെ 3 പെൺമക്കൾ ഓടിച്ചെല്ലുകയാണ് പ്രകാശിന്റെ അരികിലേക്ക്. അങ്ങനെ പ്രകാശൻ അവരെ കെട്ടിപ്പിടിക്കുകയാണ് 3 പേരെയും. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മക്കളെ എന്ന് പറഞ്ഞങ്ങനെ ഇനി എനിക്ക് പരോളല്ല, ഇനി എനിക്ക് പരോളിന് ഇറങ്ങിയതല്ല ഞാൻ ഇനി എനിക്ക് ജയിൽ ശിക്ഷയില്ല, ഇനി ഞാൻ എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് താമസിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഈ കിളിയുടെ ചിറകിൽ നിന്ന് ഈ കുഞ്ഞിക്കിളികളെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നെ ഒരുപാട് കാലം ഈ കിളി കുഞ്ഞുങ്ങളെ കൊത്തി ആട്ടിയതാണ്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് രാജപ്പൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ രാജപ്പനാണ് പറയുന്നുണ്ട് അതെ എല്ലാവരും സന്തോഷത്തിലാണല്ലേ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നത്. അതെ സന്തോഷം കെടുത്താനായിട്ട് ഒരു വാർത്തയുണ്ട്. ആ സരയു ജയിലിൽ ഇവിടെ നിന്നും പുറത്ത് ചാടി മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. പ്രകാശൻ കല്യാണിയുടെ കയ്യിൽ അങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവള് പറയുന്നു ശാരി ഇവിടെ എത്തി. അപ്പം ശാരി പറയുന്നുണ്ട് ഇല്ല മക്കളെ നിങ്ങൾ ആരും പേടിക്കണ്ട, സരു എന്തായാലും ഇങ്ങോട്ട് വരില്ല. പിന്നെ കൺമണി മോളെ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കൂടെ തന്നെ നിന്നോട്ടെ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അവളെ ചികിത്സിച്ച ഡോക്ടർക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ അന്തേവാസികളെ നോക്കാനൊക്കെ ആയിട്ട് അവൾ പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അങ്ങനെ അകത്തേക്ക് എല്ലാവരും കൂടി കയറുന്നുണ്ട്. കിരണാണെങ്കിൽ സെൽഫിയൊക്കെ എടുത്ത് ആ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയും നാളത്തെ 1700 എപ്പിസോഡ് നമ്മുടെ മൗനരാഗം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സീരിയലുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.